ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ മോഷണം നടത്തുന്നയാളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. ആരാണ് ഏറ്റവും മോശമായ കള്ളൻ, ഏറ്റവും മോശക്കാരനായ മോഷ്ടാവ് ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ്. സഹാബാക്കൾ ചോദിച്ചു, നമസ്കാരത്തിൽ എങ്ങനെയാണ് മോഷ്ടിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ തൻ്റെ നമസ്കാരത്തിൻ്റെ റുകൂഉം സുജൂദും പൂർത്തിയാക്കാതിരിക്കൽ മോഷണമാണ്. അതാണ് ഏറ്റവും മോശമായ മോഷ്ടാവ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമസ്കാരത്തിൻ്റെ ഫർളുകൾ പൂർത്തിയാക്കാതിരിക്കൽ മോഷണത്തിന് തുല്യമായ കുറ്റമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഈ ബാബിൽ അറിയിക്കുകയാണ്. നമസ്കാരം പൂർത്തിയാക്കി നമസ്കരിക്കുക. ഉളു എടുക്കുന്ന സമയം മുതൽ സലാം വീട്ടുന്നത് വരെ, സലാം വീട്ടിയതിന് ശേഷം ദുആയുടെ സമയം, പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നമസ്കാരത്തിൻ്റെ എല്ലാ നിർബന്ധങ്ങളും വാജിബാത്തുകളും സുന്നത്തുകളും മര്യാദകളും ഒക്കെ പൂർത്തിയാക്കുക. നമസ്കാരത്തിന് ഫർളുകളുണ്ട്, അത് നഷ്ടപ്പെട്ടാൽ നമസ്കാരമേ നഷ്ടപ്പെട്ടു പോകും. അതിൽപ്പെട്ടതാണ് റുക്കുവും സുജൂദും ഒക്കെ. നമസ്കാരത്തിൽ നിൽക്കൽ, റുക്കൂ ചെയ്യൽ, സുജൂദ് ചെയ്യൽ, ഖുർആൻ ഓതൽ, തക്ബീറത്തിൽ ഇഹ്റാം പറയൽ, സലാം വീട്ടൽ, ഇതൊക്കെ ഫർളുകളാണ്. ഇതേപോലെ അവസാനത്തെ അത്തഹിയാത്തിലിരിക്കൽ, ഫർളുകൾക്കിടയിൽ അനക്കമടങ്ങൽ, ഇതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണ്. ഇവകളൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമസ്കാരം ബാത്തിലായി, അസാധുവായി പോകും. വേറെ കുറേ കാര്യങ്ങളുണ്ട് വാജിബാത്തുകൾ എന്ന പേരിൽ, അത് ഉപേക്ഷിച്ചാൽ നമസ്കാരം അസാധുവാവുകയില്ലെങ്കിലും നമസ്കാരം അപൂർണമാകും. ഓർമ്മയുണ്ടെങ്കിൽ അവസാനം 2 സുജൂദ് കൊണ്ടത് പരിഹരിക്കാം. വേറെ കുറേ കാര്യങ്ങളുണ്ട്, നമസ്കാരത്തിലെ സുന്നത്തുകളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നമസ്കാരത്തിലുണ്ടായിരുന്ന നല്ല ഗുണങ്ങൾ, അത് നഷ്ടപ്പെട്ടാൽ നമസ്കാരം അസാധുവാവുകയില്ല. സുജൂദ് നിർവഹിക്കേണ്ടതില്ല, എന്നാലും നമസ്കാരം അപൂർണമാണ്. പിന്നെ നമസ്കാരത്തിൽ കുറേ കാര്യങ്ങളുണ്ട്, ആദാബുകൾ എന്ന് പറയും. അതും കൂടി പാലിക്കുമ്പോഴാണ് ഒരാൾ നമസ്കാരം പൂർത്തിയാക്കിയ വ്യക്തിയാകുന്നത്. എന്തെങ്കിലും കുറവ് വരുത്തിയാൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമസ്കാരം എന്ന് പറയുന്നത് ഒരു അളവ് പാത്രം പോലെയാണ്. അളവ് പാത്രത്തിൽ ആരെങ്കിലും പൂർത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവന് അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകും. നീ അളവിൽ ആരെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തുകയാണെങ്കിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, കുറവ് വരുത്തുന്നവർക്കാണ് നാശം, വൈലുൽ ലിൽ മുത്തഫിഫീൻ, കുറവ് വരുത്തുന്നവർക്ക് നാശമാണ് എന്ന് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ. അല്ലാഹു തആല നമസ്കാരക്കാരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം എന്ന് പറഞ്ഞാൽ പള്ളി വരണ്ടെന്ന അർത്ഥത്തിലല്ല. നമസ്കരിക്കുന്നവർ അതിൽ കാണിക്കുന്ന അശ്രദ്ധയുടെ പേരിൽ, വീഴ്ചകളുടെ പേരിൽ, മര്യാദകേടിൻ്റെ പേരിൽ, വരുത്തുന്ന കുഴപ്പങ്ങളുടെ പേരിൽ അവർക്ക് സർവനാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്. നമസ്കാരക്കാരെ ആക്ഷേപിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ മറ്റൊരു ഇബാദത്തിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം വന്നതായി കണ്ടിട്ടില്ല. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിൽ നമസ്കരിക്കുന്നവരെ ആക്ഷേപിക്കുന്നുണ്ട്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കാരണം അവർ നമസ്കാരം പൂർത്തിയാക്കില്ല. നമസ്കാരം പൂർത്തിയാക്കാൻ നല്ല ശ്രദ്ധ വേണം. എങ്ങനെ റുക്കൂ ചെയ്യണം, എങ്ങനെ സുജൂദ് ചെയ്യണം, എങ്ങനെ നിൽക്കണം, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്, ഇതൊക്കെ പഠിക്കണം. ഇത്രയും കൊല്ലമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി എപ്പോൾ പഠിക്കും? നിർബന്ധമായ ഒരു കടമയിലെ നിർബന്ധമായ ഭാഗങ്ങൾ അത് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പഠിക്കും? അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം പൂർത്തിയാക്കിയാൽ അല്ലാഹു അതിന് നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ്. നമസ്കാരം പൂർണ്ണമായി നമസ്കരിച്ചവരുടെ മുഖങ്ങൾ ആഖിറത്തിൽ
14 രാവിലെ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. നമസ്കാരം പൂർത്തിയാക്കാത്തവരുടെ മുഖങ്ങൾ കറുത്തിരണ്ട നിലയിലായിരിക്കും ആഖിറത്തിൽ അവർ ഹാജരാക്കപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരമാവധി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നമസ്കാരം കഴിയുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. എന്തിനാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? ചെയ്ത കർമ്മം ഒരു പാപമായതുകൊണ്ടല്ല, മറിച്ച് ചെയ്ത കർമ്മത്തിൽ ധാരാളം വീഴ്ചകളുണ്ട്, അത് പരിഹരിക്കാൻ, അത് പൊറുപ്പിക്കാൻ വേണ്ടിയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ 3 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വതൂബു ഇലൈഹി എന്ന് പറയൽ സുന്നത്താണ്. അതിനുശേഷം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അത്രയും പറയണം. അതിനുശേഷം സുന്നത്തിന് വേണ്ടി എഴുന്നേൽക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ ഇത്രയും മാത്രമേ ഫർദ് കഴിഞ്ഞ് പറഞ്ഞിരുന്നുള്ളൂ, പിന്നീട് തങ്ങൾ സുന്നത്തിലേക്ക് തിരിയുമായിരുന്നു. സുന്നത്തിന് ശേഷം ദീർഘനേരം ഇരുന്ന് തസ്ബീഹും ദിക്റും പൂർത്തിയാക്കുന്നത് നബി തങ്ങളുടെ പതിവായിരുന്നു. പ്രത്യേകിച്ച് സുബഹിക്കും അസറിനും. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ശരിക്കും ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കേണ്ടത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടാണ്. അസർ കഴിഞ്ഞാലും അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. പിന്നെ എഴുന്നേക്കാൻ സമയമില്ലല്ലോ, പിന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. ദിക്റിനാണ് ഇരിക്കേണ്ട സമയമാണ്. 2 മിനിറ്റ് വൈകിപ്പോയാൽ നമ്മളെ കണ്ണുരുട്ടി കാണിക്കും, ഉസ്താദ് ഉറങ്ങിപ്പോയോ. ഇരിക്കേണ്ട എവിടം വരെയാ? അസ്തമിക്കുന്നവരെ ഇരിക്കേണ്ടതാണ്. സുബഹി കഴിഞ്ഞാൽ 1 മിനിറ്റ് നീണ്ടുപോയാൽ ആരും കേൾക്കാതെ പെരാകും. ഇവിടെ രാജിവെച്ച് പോയാൽ മതിയായിരുന്നു, എന്ത് നീട്ടമാണ്. എങ്ങോട്ട് പോവാണ്? സുബഹി കഴിഞ്ഞിട്ട് എങ്ങോട്ടാ സമയം വരെ പോകുന്നത്? പുറത്ത് വെറുതെ ഫസാദ് പറയാൻ പോകണം. ഇവിടെ ഇരുന്ന കൂലി കിട്ടും, അല്ലെങ്കിൽ വെറുതെ കറങ്ങാൻ പോവാണ്. ഉദിക്കുന്നവരെ ഇരിക്കണം ശരിക്കും. അങ്ങനെ റസൂലുള്ളാഹി തആല പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞെന്താണ്? വസബ്ബിഹൂഹു ബുക്റതൻ വസീല. രാവിലെയും വൈകിട്ടും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കണം. അറബി അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. സുബഹി കഴിഞ്ഞ് ഉദിക്കുന്നവരെ ഇരുന്നാൽ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും. വലിയ പ്രതിഫലമാണ്. ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലോ അള്ളാഹു തആല അന്നത്തെ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. 2 റക്അത്ത് കൊണ്ട് നിസ്കരിച്ചാലോ അള്ളാഹു അവന് കൊടുത്തിരിക്കുന്ന അവയവങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയാകും. ഇത് എത്ര സമയം വേണം? ഏറിയ 25 മിനിറ്റ് വേണം. 25 മിനിറ്റ് കൊണ്ട് ചായ ഓർഡർ ചെയ്ത് മേശപ്പുറത്ത് കാത്തിരിക്കുകയായിരിക്കും. വരുമ്പോൾ 35 മിനിറ്റ് ആവും. അവിടെ ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല. കാരണം മറ്റേ പുള്ളി തടയി വിടും, ഇരിയടാ. ഇവിടെയാകുമ്പം പുറത്ത് ആ പുള്ളി ആ കുഴപ്പമുണ്ടാക്കുന്നത്. നമ്മുടെ നീ അതിൻ്റെ കൂടെ കൂടും, നല്ല കാക്കട്ടെ. ഇവിടെ ഇരുന്നാൽ വലിയ പ്രതിഫലം കിട്ടും. ഇവിടെ നമുക്ക് ഭയങ്കര മടിയാണ്. എൻ്റെ കാര്യം കേട്ടോ, എനിക്ക് മടി. ഞാനും ചടിയിട്ട് പോവും, ഇരിക്കാൻ തോന്നൂല. പൊതുവെ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. മുമ്പുള്ള അമല്, ശേഷമുള്ള അമല്. ദുആയിൽ പങ്കെടുക്കുക, ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും ദുആയിൽ പങ്കെടുക്കുക. നമസ്കാരത്തിന് ശേഷമുള്ള ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. നമ്മൾ അത് കളഞ്ഞിട്ട് പോകരുത്. അല്ലാഹു തആല മനസ്സിലാക്കി ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.